ദുബായിൽ നിന്നാണ് കത്ത് വന്നിരിക്കുന്നത്. ബിനീഷ് ചന്ദ്രനാണ് കത്ത് അയച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിദേശത്ത് ഇപ്പോൾ 8 വർഷമായി ജോലി ചെയ്യുകയാണ്, പക്ഷേ കാര്യങ്ങളൊന്നും നേട്ടത്തിലേക്ക് വരുന്നില്ല. എന്ത് ചെയ്താലും തടസ്സമാണ് ഉണ്ടാവുന്നത്. ജോലിയിലും ഒരു ഉയർച്ചയില്ല. ഇനി ഈ ജോലി വിടണോ, അത് വിട്ടിട്ട് നാട്ടിൽ വന്നൊരു ബിസിനസ് ചെയ്താൽ രക്ഷപ്പെടുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഉത്രട്ടാതി നക്ഷത്രമാണ്, മീനൻ രാശിയാണ്. ജനിച്ച ലഗ്നത്തിൽ സപ്തമസ്ഥാനത്തും കാളസർപ്പം നിൽക്കുന്നതാണ് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക്. അതിൽ ഉത്രട്ടാതിക്ക് അല്പം കൂടെ ശക്തി കൂടും, അല്ലെങ്കിൽ ദോഷശക്തി കൂടും. അതോടൊപ്പം ഏഴരശനിയുടെ കാലവും കൂടിയാണ്. 7.5 കൊല്ലത്തെ ഏഴരശനിയിൽ ഇനി മധ്യ കാലഘട്ടത്തേക്ക് അതിൻ്റെ ഏറ്റവും രൂക്ഷകരമായ ശനിദോഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ രാശിക്കാർ. അതോടൊപ്പം കാളസർപ്പമുണ്ട്. വ്യാഴം, അതായത് ഗുരു 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. മാതൃ സൗഖ്യസ്ഥാനത്ത് ചൊവ്വ എന്ന ക്രൂരഗ്രഹവും നിൽക്കുന്നു. ചുരുക്കത്തിൽ ഇങ്ങനെ 4 ഗ്രഹങ്ങൾ പൊതുവെ ദോഷകരമായി നിൽക്കുന്ന ഉത്രട്ടാതി നക്ഷത്രം, മീനൻ രാശി. വ്യാഴഗ്രഹം 3-ാം ഭാവത്തിൽ മറയുമ്പോൾ മുടിഞ്ഞു വാഴും, മാനം പോവും, മുഖവിളി കൂട്ടും, മരണം കേൾക്കും, മാതൃവഴി, പിതൃവഴി, മാതുല വഴി, മക്കൾ, മരുമക്കൾ വഴി, സ്വന്തം, ബന്ധം, മിത്രം, സാഹോദര്യം, മൈത്രി വഴിയും, അധികാരികൾ, സഹപ്രവർത്തകർ, കീഴ്ഘടകങ്ങൾ, രക്ഷപ്പെടുത്താൻ വാഗ്ദാനം ചെയ്തവർ, ഇവർക്കെല്ലാം ദോഷകരമായ സമയമാണ്. ചുരുക്കത്തിൽ ഈ ഫീൽഡിൽ നിൽക്കുന്ന മാതൃവഴി, പിതൃവഴി, മാതുല വഴി, മക്കൾ വഴി, സ്വന്തം ബന്ധം, മിത്രം, സഹോദരം വഴി മനസ്സിന് പ്രയാസമുണ്ടാക്കി വെക്കുന്ന കാര്യങ്ങളും, തൊഴിൽ മേഖല സ്തംഭിക്കുകയോ വരുമാനമില്ലാതാവുകയോ അതല്ലെങ്കിൽ തൊഴിൽ വെല്ലുവിളികൾ ഉണ്ടാവുകയോ ചെയ്യും. തൊഴിലിനെ സംബന്ധിച്ച് അങ്ങനെ പറയുമ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ച് തീർത്തും മൗഢ്യമായിരിക്കും. അത് ഒരു വെല്ലുവിളിയുടെ അടിസ്ഥാനമാണ്. ഏഴരശനി ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഈ സമയം താമസിക്കുന്ന ഭവനം അല്ലെ താമസ സ്ഥലം, ഭരിക്കും ജോലി അല്ലെങ്കിൽ തൊഴിൽ, എടുക്കും തീരുമാനം, അതായത് ഒരു ഫിക്സഡ് തീരുമാനം എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ലോ എപ്പോഴാണ്, ഡെപ്പോസിറ്റ്, സ്വർണം, പ്രോപ്പർട്ടി, ഉറച്ച എഗ്രിമെൻറ്റുകൾ, ദൃഢപ്രതിജ്ഞകൾ, ഇങ്ങനെയുള്ളതൊക്കെ മാറ്റപ്പെടുമെന്നാണ്. അതുകൊണ്ടാണ് ഈ ജോലി മാറിയാലോ എന്നുള്ള രീതിയിൽ അക്കരപ്പച്ച പോലെ തോന്നുക. എങ്ങോട്ട് മാറിയിരുന്നാലും ഇതാണ് സമയം. അതുകൊണ്ട് വ്യാഴഗ്രഹത്തെയും ശനിഗ്രഹത്തെയും കാളസർപ്പത്തെയും സാന്ത്വനപ്പെടുത്തുന്ന ശക്തി, ദോഷശക്തി കുറയ്ക്കുന്ന കാര്യങ്ങളിലേക്ക് കടന്നാൽ ഉള്ള തൊഴിൽ അല്പസ്വല്പം ശമ്പളമൊക്കെ കുറവാണെങ്കിലും 2025 മെയ് പകുതിക്ക് ശേഷം കുറച്ചുകൂടെയൊക്കെ ശമ്പള കൂടുതലും പദവി കൂടുതലും ഒക്കെ കിട്ടും. ബിസിനസ്സുകാർക്കും ഒക്കെ മെച്ചപ്പെടും. താമസ സ്ഥലം പുതിയതായിട്ട് ഉണ്ടാവും. ഡെപ്പോസിറ്റ് കാര്യങ്ങളും ജീവിത ഫണ്ടും ഇളക്കം വന്നാലും ശരി, അത് വലുത് ലോസ്റ്റ് വരാതെ നഷ്ടപ്പെടും. അഭിമാനം നഷ്ടപ്പെടാതിരിക്കും. കൂടിയേ കഴിയൂ എന്നുള്ള പ്രായം ചെന്ന മാതൃവഴി, പിതൃവഴി, മാതുല വഴി ഒക്കെ ഉള്ള പ്രായം ചെന്ന ആളുകൾ മരിച്ചല്ലേ മതിയാവും. ജനിച്ചാൽ അവർ മരിക്കരുതെന്ന് പറയാൻ പറ്റിയല്ല. തൽക്കാലത്തെ ഒരു കുറച്ച് നാളത്തേക്കുള്ള മനപ്രയാസം, അഭിമാനക്ഷതം, പഴയ കാലഘട്ടത്തിൽ ചെയ്ത ഏതെങ്കിലും തെറ്റുകുറ്റങ്ങളോ കുറ്റങ്ങളോ കുറവുകളോ ശത്രുക്കളോ ഈ സമയം പാലം വലിക്കും, മാനം കെടുത്തും. അതൊക്കെ ഒന്ന് കരുതി കൂട്ടിയൊക്കെ നിൽക്കുക. വലിയ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കൊടുക്കൽ വാങ്ങലുകളിലല്ല. പിന്നെ ശനിപ്രീതി വരുത്തുക, വ്യാഴപ്രീതി വരുത്തുക. ജാതകനില നോക്കിയിട്ട് കാളസർപ്പത്തിൻ്റെ ദോഷങ്ങൾ, വ്യാഴത്തിന് എന്താണ് പ്രതിവിധി, ഓരോരുത്തർക്കും ഓരോ ജാതക നിലയിൽ ഓരോ
പ്രീതിയാണ് വരുത്തേണ്ടത്. ജനറലായിട്ടാണ് വ്യാഴപ്രീതിയെന്നും ശനിപ്രീതിയെന്നും രാഹുകേതുക്കളുടെ പ്രീതിയെന്നും ചൊവ്വാപ്രീതിയെന്നും പറയുന്നത്. ഇങ്ങനെ 3-4 ഗ്രഹങ്ങൾ പഴിച്ചു നിൽക്കുന്നതാണ് പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക്. അവർക്ക് ഈ സന്ധി ഒന്ന് കഴിഞ്ഞ് കിട്ടാൻ വലിയ പാടായിരിക്കും. അതുകൊണ്ട് ഓരോരുത്തരുടെയും ജാതകനില ഓരോ തരത്തിലായതുകൊണ്ട് വ്യാഴം, ശനി, രാഹുകേതുക്കൾ, ചൊവ്വ ഇത്യാദി ഗ്രഹങ്ങളെ പ്രീതിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതിവിധികൾ നേരത്തെ ചെയ്തുകൊള്ളുക. രക്ഷാമാർഗങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കത്ത് വായിക്കാൻ ഇടയായത്. ദോഷശക്തി ഒക്കെ വരുത്തി, ദോഷശക്തിക്ക് ശാന്തി വരുത്തി, പ്രതിസന്ധികളൊക്കെ മാറി എന്ന് കണ്ട വീണ്ടും ദേവാമത്തിലോട്ട് കത്തെഴുതുക.